വീണയുള്ളത് വിജയന്റെ വീട്ടിലാണ്. വീണയുള്ളിടത്ത് കള്ളിയുള്ളിടത്ത് കള്ളനുള്ളിടത്ത് പോലീസ് കയറും, അന്വേഷണമൊക്കെ നടക്കും. സ്വാഭാവികമായും ആ അന്വേഷണത്തിന്റെ ഭാഗമായി പിണറായി വിജയന്റെ പണ്ഡ്യാലമൊക്കെ വീടിനകത്തേക്ക് ഇടി പോയപ്പോ AKG സെന്ററിനകത്ത് വാടകയ്ക്കെടുത്ത തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥന്മാർ കയറിയപ്പോ എന്റെ പിണറായി വിജയ മുൻകാലങ്ങളിൽ വിജയൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള സമീപനമെടുക്കാതിരുന്നത്? ഞാൻ ചോദിക്കട്ടോ, കൊടിയേരി ബാലകൃഷ്ണൻ എന്താ CPM-നകത്തെ രണ്ടാം കിടക്കാരനാണോ? അല്ല, CPM-നകത്തെ നിലവാരം കുറഞ്ഞ ആളാണോ? ആ കൊടിയേരി ബാലകൃഷ്ണന് നേരെ സമാനമായ രീതിയിൽ ഒരു ED അന്വേഷണം ഉണ്ടായപ്പോ അന്ന് EP ജയരാജനെ കണ്ടില്ല, അന്ന് P ജയരാജനെ കണ്ടില്ല, അന്ന് കൊമ്പുവിളിക്ക് പോയ KK ശൈലജയെ കണ്ടില്ല, അന്ന് നാടിളക്കി പത്രസമ്മേളനം നടത്തുന്ന MV ജയരാജനെ കണ്ടില്ല. കമ എന്നൊരക്ഷരം മിണ്ടാൻ കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ജീവിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ വിനോദിനി ബാലകൃഷ്ണന്റെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കൊടിയേരിയുടെ പേരമകന് ഒരു ബിസ്ക്കറ്റ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് നിലവിളിച്ച് അന്ന് കരയാൻ വേണ്ടി കൊടിയേരിയുടെ കുടുംബം മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും ED റെയ്ഡ് നടക്കുമ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് പരോക്ഷമായി EDക്ക് പിന്തുണ കൊടുക്കുന്ന തരത്തിലാണ് സഖാവ് പിണറായി വിജയൻ എന്ന പരാമർശം നടത്തിയത്. അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ കണ്ടെത്തട്ടെ, കണ്ടെത്തിയിട്ട് പറയാം എന്ന രീതിയിൽ അന്വേഷണത്തെ പിന്തുണക്കുന്ന സമീപനമാണ് അന്ന് പിണറായി വിജയൻ നടത്തിയത്. ഇന്നെന്റെ സമീപനം മാറ്റം. പോയ കൊടിയേരി ഇന്ന് ആ പിണറായി വിജയന്റെ വീടിനകത്ത് കുത്തിയിരിക്കാൻ പോയ സകല ജയരാജന്മാരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ധാർമ്മികതയും അന്തസ്സും ബാക്കിയുണ്ടെങ്കിൽ കൊടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ വീട്ടിലുണ്ട്. ആ വിനോദിനിയോടെങ്കിലും ഒന്ന് കൈകൂപ്പി മാപ്പ് പറയാൻ തയ്യാറാകണം. ഞങ്ങൾ പിണറായി വിജയന്റെ അടിമകളാണ്, ഇത് പിണറായി വിജയന്റെ അടിമ പാർട്ടിയാണ് എന്ന് പറയാൻ ജയരാജന്മാർ ഉൾപ്പെടെ സകല CPM നേതാക്കന്മാർ തയ്യാറാകണം. അല്ലെങ്കിൽ പറയട്ടെ, ഇവർ എന്റെ കൊടിയേരി ബാലകൃഷ്ണന്റെ കൊച്ചുമകന് ഒരു ബിസ്ക്കറ്റ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം നിലവിളിച്ചപ്പോ ഒരു CPM-ന്റെ ചെങ്കൊടിയും കണ്ടില്ല. എന്തിനാണ് നാണം കെട്ടി? ഞാൻ പിണറായി വിജയനോട് പറയാണ്, അല്പമെങ്കിലും ഉളപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഒരാളാണ്. 6 റൗണ്ട് പിറകിൽ നിന്നിട്ട് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ പോലും അവിശ്വാസം രേഖപ്പെടുത്തിയ നിങ്ങൾക്ക് അന്തസ്സും അഭിമാനവും ബാക്കിയുണ്ടെങ്കിൽ ധർമ്മടം MLA സ്ഥാനവും പ്രതിപക്ഷ നേതൃ പദവിയും രാജിവെച്ചും മാറി നിന്ന് അന്വേഷണത്തെ നേരിടാൻ നട്ടെല്ലും തന്റെ അളവും പിണറായി വിജയൻ ഉണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്.